ലഹരി മാഫിയയുടെ വേരുകൾ എന്ന് പറയുന്നത് അതിർത്തികൾക്ക് അപ്പുറം പടർന്നു കിടക്കുകയാണ്. വലിയൊരു ശൃംഖലയാണ്. ഇതിനെ അങ്ങ് മൊത്തത്തിൽ പൊട്ടിച്ചു കളയുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. തൂഫാൻ ദ നാർക്കോ ഹണ്ട് ജൂൺ 1 മുതൽ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിനെ ഒരു വിജയകരമായിട്ടുള്ള ഒരു വലിയ ദൗത്യമാക്കിയിട്ട് മാറ്റുക? ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം അപകടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാ? ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് ആത്മാർത്ഥമായിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തല ഇതിനു മുമ്പ് തന്നെ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എല്ലാ ജില്ലകളിലും തന്നെ ലഹരി വിരുദ്ധ കൂട്ടായ്മകളും ലഹരി വിരുദ്ധ റാലികളും ഒക്കെ നടത്തിക്കൊണ്ട് വലിയ ജനശ്രദ്ധ ആകർഷിച്ച ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു ആഭ്യന്തര വകുപ്പ് കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട പണിയാണ് എടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് പോലും ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നോ ഇത് പൊട്ടിക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഇല്ലാത്തതല്ല, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതക്കൊപ്പം തന്നെ ഒരു ഫോഴ്സ് നിൽക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, കേരള പോലീസ് നേരിടേണ്ടി വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഭീകരമാണ്. എങ്ങനെ ഇത് പൊട്ടിക്കാം എന്നുള്ളത് ഗൗതം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? സാർ, ഈ രണ്ട് തരത്തിൽ ഇത് പൊട്ടിക്കാൻ പറ്റും. അല്ല സാർ, ഇത് ഇപ്പൊ ഇതിനിടയിൽ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഒരു പോഡ്കാസ്റ്റ് ഒക്കെ നൽകിയിരുന്നു. ആ പോഡ്കാസ്റ്റിലൊക്കെ അദ്ദേഹം ഈ ഒരു കാര്യം, ഈ ലഹരിയെ മൊത്തത്തിൽ, സാധാരണ ഇപ്പൊ ഒരാളുടെ കയ്യിൽ ലഹരി ഉണ്ട്, നമ്മൾ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് എവിടെ നിന്നാണ് ഈ ലഹരി വരുന്നത്? ഇത് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങിനെ പൊട്ടിക്കാൻ പറ്റണമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഞാൻ ഇതിന്റെ പുറത്ത് വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ എന്നോട് വളരെ സമൂഹത്തിലെ പ്രബലനായിട്ടുള്ള ഒരു നേതാവ് തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ ഇത്തരം വീഡിയോകൾ ഇനി ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഭീഷണിയാണ്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്റെ ഭീഷണിയായിട്ടല്ല, അദ്ദേഹം എന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കൊക്കെയാണ് സഞ്ചരിക്കുന്നത്, നിങ്ങൾക്ക് ഇത് അറിയാൻ പാടില്ലാട്ടാണ്. നമ്മുടെ സമൂഹത്തെ കൃത്യമായി ഗൗതം ഇതിൽ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അവരിത് സെല്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതെന്ന്. ഞാൻ പറയുന്നത് രണ്ട് തരത്തിൽ ഈ സിസ്റ്റത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ഒന്ന്, ഐദർ യു ജസ്റ്റ് കട്ട് ദ സപ്ലൈ. ഒന്ന്, അവിടെ നിന്നുള്ള സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിമാൻഡ് കട്ട് ചെയ്യണം. ഈ ഡിമാൻഡ് സപ്ലൈയും ഇവിടെ നിലവിൽ രണ്ടും ഉണ്ടാവുന്നു. ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പടി ഞാൻ ഗൗതത്തിനോട് പറയാം. ഇപ്പൊ ഇന്ത്യയുടെ തീരത്ത്, അതായത് പ്രത്യേകിച്ചും കേരളത്തിന്റെ തീരത്ത് തന്നെ ഒരു ചരക്ക് കപ്പലിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്ത സംഭവം ഓർമ്മയുണ്ട് ഗൗതം? ആ സംഭവം പിടിച്ചെടുക്കുമ്പോൾ 2500 കിലോഗ്രാം ആണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. 2500 കിലോഗ്രാം മെറ്റാഫെറ്റമിൻ, പ്യൂരിറ്റിയുള്ള മെറ്റാഫെറ്റമിൻ ആണ് അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഈ പിടിച്ചെടുക്കുമ്പോൾ 2500 കിലോ അല്ല, അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് മുഴുവൻ കടലിലേക്ക് കളഞ്ഞു എന്നാണ്. കിലോയാണോ ടണ്ണാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് മൊത്തത്തിൽ ഏതാണ്ട് 25,000 കോടി രൂപയുടെ സംഭവമാണ് വന്നത്. അതിൽ അന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 250 കോടി രൂപയുടെ ഈ മെറ്റാഫെറ്റമിൻ കേരളത്തിലേക്കാണ് കൊണ്ടുവന്നതെന്ന്. ഞാൻ ഗോത്തോട് തിരിച്ചു പറയട്ടെ ഒരു കാര്യം. ഈ മെറ്റാഫെറ്റമിൻ പ്യൂരിറ്റി ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ എന്ത് വേണമെന്ന് അറിയോ ഗൗതം? ഇവിടെ മെത്ത് ലാബുകൾ വേണം. എന്ന് പറഞ്ഞാൽ, ഞാൻ 2 കൊല്ലം മുമ്പ് നാരദ ന്യൂസിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് മാത്യു സാമുവലിന്റെ അടുത്ത് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഗസ്റ്റായി ചെന്നുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നോയിഡയിലുള്ള ഗൗതം ബുദ്ധനഗർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് നിന്ന് 3 നിലയുള്ള ഒരു സ്റ്റോറി ബിൽഡിംഗ് റെയ്ഡ് ചെയ്ത് പിടിച്ചു പോലീസ്. പിടിച്ചപ്പോൾ അതിൽ നിന്ന് 8 പേരെ പിടികൂടി. അതിൽ 7 പേര് വിദേശികളാണ്. ആ വിദേശികളായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് 200 കോടി രൂപയുടെ മെറ്റാഫെറ്റമിനാണ് പിടിച്ചെടുത്തത്. അത് വളരെ പ്യുവറായിട്ടുള്ള മെറ്റാഫെറ്റമിനാണ്. അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ MDMA ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഒഴുകുന്നത്. ഈ മെത്ത് ലാബുകൾ കേരളത്തിൽ ഉണ്ടാകാമെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അല്ലാതെ 250 കോടി രൂപയുടെ സാധനം കൂടി പറ്റില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഈ 250 കോടി രൂപ മുടക്കി അതിവിടെ എത്തിക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ടാവുമല്ലോ, അയാളെ അറസ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഗൗതം അതെന്ത് ചെയ്യും. സാറ്, ഞാന് കേരളത്തിലെ ഒരു പ്രമുഖ നടൻ, യുവാക്കൾക്കൊക്കെ ഹഠാത് ആകർഷിക്കുന്ന ഒരു പ്രമുഖ നടൻ പോലും ഇതിന്റെ പിടിയിലാണ്. ഇതിനിടയിൽ അദ്ദേഹം ഡി അഡിക്ഷനായിട്ട് പല കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചിട്ട് പോലും ഉണ്ട്. ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയാം. ഈ സിനിമകളിലേക്ക് ഞാൻ വരാം. ഗൗതത്തിന് അറിയുന്നതിനേക്കാൾ 50 കാര്യങ്ങൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ കാര്യം ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ട? അതെന്താണെന്നറിയോ? എങ്ങനെയാണ് ഇത് ജനങ്ങളെ ഈ പറയുന്ന പോലെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട? രാവിലെ മോഹൻലാലിനെയോ ഐശ്വര്യ റായിനെയോ അല്ലെങ്കിൽ നയൻതാരനെ വെച്ചിട്ട് TV പരസ്യം കൊടുക്കാൻ പറ്റുമോ? വരൂ, MDMA ഉപയോഗിക്കുന്ന പറഞ്ഞ് പരസ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു കാരണവശാലും മദ്യത്തിന്റെ പോലും പരസ്യം നമ്മളോട് കൊടുക്കാൻ പറ്റില്ല. പകരം വൈകിട്ട് എന്താ പരിപാടി എന്ന് വെച്ചിട്ട് ക്ലബ് സോണിന്റെ പരസ്യമാണെന്ന് പറയാം. അതിനപ്പുറത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് വ്യാപിക്കുന്നു എന്നുള്ളത് ഗൗതത്തിന് അറിയോ?
അതിന്റെ പ്രകടമായ ഉദാഹരണം കാണണമെങ്കിൽ നമ്മുടെ സിനിമകൾ നോക്കിയാൽ ഉം. സിനിമകൾ ഇത്തരത്തിലുള്ള മാഫിയകൾ ഫണ്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള നിരവധി സിനിമകൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ആ വന്നു. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. ഈ സിനിമകളിലെല്ലാം തന്നെ ഒരു അരാജകത്വം ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അരാജകത്വമായിട്ടുള്ള ജീവിതവും ഈ കഞ്ചാവ് വലിക്കുന്നതും അതുപോലെ മദ്യം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതൊക്കെ നിസ്സാര കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായത് ആ സിനിമയിൽ തന്നെ കേക്ക് കഴിക്കുകയാണ്. ഇതടങ്ങിയിട്ടുള്ള കേക്ക് കഴിച്ചിട്ട് ഇവർക്ക് ഭ്രാന്തായിട്ട് ഇവർ കിടന്ന് പല വിക്രികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി സിനിമകൾ ഉണ്ടാകുന്നു. ഇപ്പൊ ഒമർ ലുലുവിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നായിക അവർ ബിഗ് ബോസിൽ വന്നിട്ടുള്ളതാണ്. ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. ഞാൻ ആ കുട്ടിയൊന്നും തെറ്റു പറയുന്നില്ല. ആ കുട്ടി പറയുന്നത് എല്ലാവരും എമ്മടിക്കില്ല, എമ്മടിച്ചാൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കണം. പെൺകുട്ടി എമ്മടിച്ചാൽ എന്താ കുഴപ്പമൊന്നും. ബിഗ് ബോസ് കാണാൻ ബിഗ് ബോസ് അല്ല ഞാൻ പറഞ്ഞത്, അത് പുറത്തു കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ ബിഗ് ബോസിലേക്ക് വരുത്തിയേക്കണം. അപ്പൊ ബിഗ് ബോസിലേക്ക് വരുത്തിയിട്ട് അത് ഒരു മൂഡി ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത് വലിയ തോതിൽ നമ്മുടെ യുവജനങ്ങൾ കാണുന്ന എന്റർടൈൻമെന്റ് മേഖലയിൽ ഇത് വലിയ തോതിൽ വളരെ സെറ്റിലായി. അതായത് അവർ പോലും അറിയാതെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടന്റ് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. കേരളത്തിലെ വലിയ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, ഫോൺ എടുത്ത് വലിച്ചെറിയും. ഓക്കെ, എന്നിട്ട് ഒരു എന്താണ് ഈ വേദാന്ത ഹോട്ടലിന്റെ പുറകിൽ നിന്ന് പുള്ളി എന്ത് ചെയ്യുന്നു, ചാടിക്ക് ഓടുന്നു. ഓടിയതിന് ശേഷം പുള്ളി എന്ത് ചെയ്യുന്നു, ഡി-അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ഇനി ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ നടനെ പറ്റിയിട്ടല്ല. അല്ല, എനിക്കറിയാം വേറെ നടന്മാരുടെ കാര്യം പറയാം. ഇതിനേക്കാൾ പ്രഗത്ഭനായിട്ടുള്ള കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും ഒക്കെ അറിയപ്പെടുന്ന നടന്മാർ ഈ കൂട്ടത്തിലുണ്ട്. പുള്ളി 3 ദിവസം കാട്ടി പോയിട്ട് തിരിച്ചു വന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ പേര് പറയുന്നില്ല. ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയാം. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഒരു തവണ ചെയ്തിട്ടുള്ള പണി എന്താ, കോക്പിറ്റിൽ കയറി നോക്കിയിരുന്നു. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? സാധാരണ ഒരാൾ പറയണേ കോക്പിറ്റിൽ കയറി നോക്കിയെന്ന് പറഞ്ഞാൽ എന്താ, കോക്പിറ്റിൽ കയറി നോക്കി എന്താന്ന് ചോദിക്കാൻ പറഞ്ഞേ, പൈലറ്റിന് ഓടിക്കാറിയാമോ നോക്കിയത്. പൈലറ്റ് ഓടിക്കാറിയില്ലെങ്കിൽ പുള്ളിയിരുന്ന് ഓടിച്ചേരാതാ പറഞ്ഞ. അപ്പൊ ഇത്തരത്തില് ഞാൻ പറയുന്നത് മദ്യപാനം, ഇപ്പൊ മയക്കുമരുന്ന്, ഇതൊക്കെ വളരെ വളരെ ലിബറലായി ഇതൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മെസ്സേജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തിവിള ദിനേശിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയില് മറ്റേ ഒരു പയ്യമ്മന്റെ ഇന്റർവ്യൂവിന് വന്നപ്പോ ചോദിച്ചു എന്തായിട്ടാ വന്നേക്കണെന്ന് ചോദിച്ചു, ഡ്രൈവറായിട്ടാണോ വന്നേക്കണെന്ന് ചോദിച്ചു. അപ്പൊ നീ മറ്റേ മയക്കുമരുന്ന് ഉപയോഗിക്കാന്ന് ചോദിച്ചു അവനോട്, അവരുടെ ഭാഷയില്. അപ്പൊ അവനത് ഉപയോഗിക്കില്ലെന്ന്, എനിക്ക് ഇറങ്ങിപ്പോടാൻ പറ്റി എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കുന്നവന് ഇവിടെ മതി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ ഈ ചമ്പക്കരയിൽ വെച്ച് വേറൊരു സംവിധായകനൊരു ആക്സിഡന്റ് ഉണ്ടായി. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായത് പഠിക്കേണ്ടതാണ്, മനസ്സിലായി. അവൻ മറ്റേ കാർ ഓടിച്ച് എന്ത് ചെയ്തു, ചമ്പക്കര മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടി അപ്പുറത്തേക്ക് പോയി. റോഡ് ഇവിടെ വേറെ അപ്പുറത്താണ്. ഞാൻ പറഞ്ഞ ഗൗതത്തിനോട് ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. സാന്ദ്ര എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, ആ പ്രൊഡ്യൂസർ വന്നിട്ട് സിനിമ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ, അവര് വാടകയ്ക്ക് എടുത്ത് കൊടുത്തേക്കണ ക്യാരവന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, അതിനകത്ത് ഇറച്ചി പുകയിരുന്ന പറഞ്ഞ. ഞാൻ പറഞ്ഞു ഒരൊറ്റ കാര്യമുള്ളൂ, സിനിമയുടെ പ്രമോഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂകളിലൂടെ സിനിമകളിലൂടെ ഇതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് രസം, ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കേണ്ടതാണ്, ഇതാണ് അടിച്ചു പൊളി എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം സെല്ല് ചെയ്യുന്നു. അതോടൊപ്പം ഗൗതത്തോട് വേറൊരു കാര്യം കൂടി പറയാം. ഈ കേരളം മുഴുവൻ നിരവധി ഷോപ്പുകളുണ്ട്, രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഷോപ്പുകളാണ്. 24 hour ഷോപ്പാണ്. പല ഷോപ്പുകളിലും ഗൗതം നോക്കിക്കോ, രാത്രി 11 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ നല്ല തിരക്കായിരിക്കും. എന്തിനാണെന്നറിയോ ഗൗതം? ചായ കുടിക്കാൻ. ചായ കുടിക്കാനാണോ? ചായ കുടിക്കാനാണ്. ചായ ലൈം ജ്യൂസും സിഗരറ്റും മേടിക്കാനുള്ള തിരക്കാൻ. കഴിഞ്ഞ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ എനിക്കറിയാവുന്ന 2 കടകൾ, ഇതുപോലെയുള്ള 2 കടകൾ എന്ത് ചെയ്തായിരുന്നു, എനിക്കറിയാവുന്ന ഇതാണോന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ പൊട്ടിച്ചായിരുന്നു. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കടകളാണ് ഇതുവഴി വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫോ പാർക്ക് അടക്കം അതുപോലെയുള്ള പാർക്കുകളടക്കം. ആദ്യം ഇതിൽ ചെയ്യുന്ന വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതൊരു ചെയിൻ ആയിട്ടാണ് പോണത്. അതാണ് അടുത്ത ഡേഞ്ചർ. ചെയിൻ എങ്ങനെ പോകണമെന്ന് ഗൗതത്തിനറിയോ? പുതിയൊരാൾ ഇതിലേക്ക് കൊണ്ടുവരും, അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കും. 10 ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കും. 11ാമത്തെ ദിവസം പറയും ഫ്രീ ആയിട്ടില്ലെന്ന് പറയും. അപ്പൊ അവരുടെ തലക്ക് ഭ്രാന്താവും. അവരോട് പറയും നീ ഒരു 10 പേർക്ക് വിറ്റാൽ സാധനം തരുമെന്ന് പറയും. അപ്പൊ 10 പേർക്ക് വെക്കുമ്പോൾ അവന് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയിനായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഒരു കാര്യം കൂടി തുറന്നുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അധികം രഹസ്യങ്ങൾ ഉണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഇരിക്കണം. ഇപ്പോഴും ഞാൻ 10% പറഞ്ഞിട്ടില്ല. ഇപ്പൊ അറിയുന്നതിന്റെ 10% പോലും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു കാര്യം ഗൗതത്തോട് പറയാം. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി തുറന്നു ഗൗതത്തിലുള്ള, ഇതൊന്നും ഉപയോഗിക്കാത്ത, ഇതുകൊണ്ട് പണമുണ്ടാക്കുന്ന, പൊളിറ്റിക്കൽ പാട്രണേജ് ഉള്ള, രാഷ്ട്രീയമായി ഇതിന്റെ പിന്നിൽ സംരക്ഷണം കൊടുക്കുന്ന ആളുകൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഇത് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ വേറെ ഒരു ലോകത്ത് ഒരിടത്തും നടക്കില്ല.
ഗൗതം ഇപ്പൊ പഞ്ചാബിലെ ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വീട്ടിൽ ഒരു പയ്യൻ ഇതുപോലെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ്. ഇപ്പൊ ഈ എറണാകുളത്തൊക്കെ ഈ ടൗണുകളിലൊക്കെ ഞാനിപ്പോ UDF വന്നതിന്റെ ഒരു എന്താണ് ഒരു പുതുമ എന്ന് വെച്ച് കഴിഞ്ഞാല് മുഴുവൻ പോലീസല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ ആഭ്യന്തര വകുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇപ്പം പ്രവർത്തിച്ചു തുടങ്ങും. അല്ലെ, എനിക്കറിയില്ല അതൊക്കെ എത്രത്തോളം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഇനി പിരിവെടുക്കാനുള്ള പദ്ധതികളാണോ ഒന്നും എനിക്കറിയില്ല. എന്റെ പ്രശ്നം ഞാൻ പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ വലിയ വളക്കൂറുള്ള ഒരു മാർക്കറ്റാണ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാഫിയകളൊക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ബന്ധങ്ങൾ എവിടെ വരെ അന്വേഷിച്ച് നോക്കണമെന്ന് വെച്ചാൽ ആജീസ് അലി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാകിസ്ഥാനുള്ള ഗ്രൂപ്പ് മുതൽ നിങ്ങൾ അറിയേണ്ടത് ഈ ലോകം ഭരിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്ക് ഭാഗമായിട്ട് നിരവധി കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇവിടുത്തെ ചെറിയ കണ്ണികളാണ്. ആ ചെറിയ കണ്ണികളൊക്കെ പിടിച്ച് ഇത് അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല അരയും തലയും മുറക്കി രംഗത്തിറങ്ങിയാൽ നടക്കും. പക്ഷെ അദ്ദേഹത്തിന് പോലും ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ നേരിടേണ്ടി വരും. അദ്ദേഹത്തിന് ആത്മാർത്ഥയില്ലാത്തതുകൊണ്ടാണ് ഈ വലിയ ഇന്റർനാഷണൽ ഗാങ്ങുകളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഈ ലൂസിഫർ സിനിമയിലേക്ക് പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ പറവൂരുകാർ നൽകിയ സ്വീകരണം ഉണ്ടല്ലോ VD സതീശന്, അതിൽ മോഹൻലാലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായി. അദ്ദേഹം ഒരു ഡയലോഗ് അവിടെ പറയുകയും ചെയ്തു. ലൂസിഫർ സിനിമയിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. വളരെ ഹർഷാരവങ്ങളോടുകൂടിയാണ് ആളുകൾ അത് ഏറ്റെടുത്തത്. ഇതിനെതിരെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനെതിരെ പ്രവർത്തിക്കാൻ ആദ്യം ഒരു പണി ചെയ്യണ്ടേ ഗോതം? എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ സാന്ദ്ര എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് വന്നിട്ട് സ്വന്തം പ്രൊഡക്ഷനകത്ത്, സ്വന്തം വാനിനകത്ത്, കാരവനകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള സൂചനകളാണ് നമുക്ക് നൽകിയത്. ഒന്ന്. ഇനി വേറൊരു പ്രൊഡ്യൂസർ വന്നിട്ട് നമ്മളോട് പറഞ്ഞല്ലോ, എന്താണ്, ചില ആ താരങ്ങൾക്ക് ഡേറ്റ് കിട്ടണമെങ്കിൽ അവർക്ക് പണം മാത്രം കൊടുത്താൽ പോരാ, പകരം ഇത്തരത്തിലുള്ള സാധനങ്ങളും കൂടി പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഗൗതത്തോട് തിരിച്ചു ചോദിക്കുന്നു, എത്ര സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തി? ഒന്ന് കണക്ക് പുറത്തുവിടാൻ പറ. ആര് ചെയ്യുമെന്ന് ഈ പറയണ? മൈക്കിലൂടെ നിന്ന് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് ഒക്കെ പറയാം, എനിക്ക് കൂടി ഇരുന്ന് പറയാം. പക്ഷെ ഞാൻ ആഭ്യന്തരമന്ത്രി ആയാൽ പോലും ഇതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണമെങ്കിൽ വലിയ പണിയുണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് നിസ്സാരമല്ല, ഇത് തുനിഞ്ഞിറങ്ങുക. അല്ല, അദ്ദേഹം ഇത് ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്തതെന്ന് ഞാൻ വിചാരിക്കണം. അത് ഞാൻ ഒരിക്കലും ഇപ്പൊ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളെ മോശമാക്കാനോ അദ്ദേഹത്തിന്റെ ഇതാക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. ഇതിനൊരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് തന്നെ വലിയൊരു എന്റെ ഗൗതം വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്തുനിന്ന്. അല്ല, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവൻ ഭീഷണിയില്ല. അല്ല, ഇതിന്റെ അകത്ത് വേറൊരു വലിയ പ്രശ്നമുണ്ട്. സ്കൂളിലെ കുട്ടികളടക്കം ഈ പറയുന്ന മിഠായികളടക്കം ഇതുപോലെയുള്ള കാര്യങ്ങളടക്കം ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ പറയുന്നില്ല. ഇതിനകത്തുള്ള ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയാമോ ഗൗതം? ഒന്ന് ചെയ്യാതിരുന്ന കാശ് കിട്ടുമെന്നുള്ള. അതായത് വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വെറുതെ കൈയും കെട്ടി ഇങ്ങനെ ഇരുന്നാൽ എന്ത് വരും? ലക്ഷങ്ങളും കാശെന്ത് ചെയ്യും? വരും. എന്തിന്? പണിയെടുക്കാതിരിക്കുന്നതിന്. ഗൗതം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗൗതത്തിന് പണിയെടുക്കാതിരുന്നാൽ 2 ലക്ഷം രൂപ കിട്ടും, പണിയെടുത്താൽ 50,000 രൂപ കിട്ടും. ഞാൻ ഗൗതം ഏത് ചൂസ് ചെയ്യും? ഇപ്പൊ ഗൗതം വേണമെങ്കിൽ ക്യാമറ കൂമ്പി പറയും, സാറേ ഞാൻ രണ്ടാമത്തെ ചൂസ് ചെയ്യുമെന്ന് പറയും, വെറുതെ പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ ഗൗതം മറ്റോ ചൂസ് ചെയ്യും. സാധാരണക്കാർ പല ആൾക്കാരും ചൂസ് ചെയ്യും. അതെന്താ വെച്ചാൽ വീണുപോകും. ഇനി ഒരു തവണ വീണെന്ന് വെച്ചോ, പിന്നെ ഒരു തവണ വീഴുന്നതിന്റെ തെളിവും ഡീറ്റെയിൽസും ഒക്കെ അവരുടെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ തവണ അത് വീഴാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാം. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം, ലൂസിഫർ സിനിമയല്ലേ, മറ്റേ വയലൻസ് ഇതാന്ന് പറയുന്നത്, സ്റ്റോപ്പ് വയലൻസ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ സിനിമയല്ലേ, ഇതൊന്നും ശരിയായിരിക്കില്ല. ആനവാൽ മോതിരം എന്ന് പറയുന്നത് സിനിമയല്ലേ, ഇതൊന്നും സംഭവിക്കില്ല എന്നാണ്. ആനവാൽ മോതിരത്തില് മറ്റേ ജെട്ടി മാറ്റി മറ്റേ ഇയാളെ രക്ഷപ്പെടുത്തുന്ന കാര്യം കറക്റ്റ് ആ സിനിമ ഇറങ്ങുന്നതിനും 6 മാസം 1 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യം അറിഞ്ഞുകൊണ്ടാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. അതിനാണ് ആന്റണി രാജു ഇപ്പം ശിക്ഷിക്കപ്പെട്ടത്. മനസ്സിലായ? ഇപ്പൊ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടാകുമ്പോൾ DYSP ആയിട്ടുള്ള ഒരാൾ ഒരു അധോലോകം ഭരിക്കുന്നതാണ്. അതിനുശേഷമാണ് നിങ്ങൾ അറിയേണ്ടത് തോപ്പമണി മട്ടാഞ്ചേരി എന്നുള്ള ഷാജി DYSP അറസ്റ്റ് ചെയ്ത്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലും പറയുന്നുണ്ട് ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ. സമീപകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഈ ഡ്രഗിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു സിനിമ ഒരുപക്ഷെ ലൂസിഫർ ആയിരിക്കും. അല്ല, ഡ്രഗ്സിൽ അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈ ഡ്രഗ്സ് എങ്ങനെയാണ് രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നത്? അതിലെ പ്രധാന വില്ലൻ ആരാണ്? ഒരു നായറാണ്. എന്തായിരുന്നു? ബോബി നായർ. ബോബി നായർ. അല്ല, ഞാൻ പറയുന്നത് ഇത് കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പല പണികളും ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചാലും ഇല്ലെങ്കിലും ആരും എതിർത്ത് പറഞ്ഞാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നാർക്കോട്ടിക്സ് പിടിക്കുന്നതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നാർക്കോട്ടിക്സിന്റെ സെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഗൗതത്തിനോട് പറയുന്നില്ല, ഗൗതത്തിന് അറിയാം. ഗൗതം തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പല ഗുണ്ടകളോടും പല ഗാങ്സ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചു. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതാരാ ഇവിടെ സപ്ലൈ.
ചെയ്യണമെന്ന്. മനസ്സിലായി? അവരൊക്കെ ഇന്റർവ്യൂ ചെയ്ത ഗുണ്ട ഇതിനെതിരെ ഇതിന് പുള്ളി അതില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് പുള്ളി ഇവിടെ നിന്ന് കുറച്ചെങ്കിലും പറഞ്ഞത്. അതിനു മുമ്പ് നാരദ ന്യൂസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ പെരുകിക്കൊണ്ടേയിരിക്കണേണ്. അത് ഇതിൽ വലിയ റവന്യൂ ആണ്. ആ റവന്യൂവിന് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു സംരക്ഷണം കൂടി കിട്ടുന്നുണ്ട്. സംരക്ഷണം കിട്ടാതെ പണിയെ നടക്കില്ല. സാറേ, ഇതിന് പിന്നിൽ ആരാണത്? അത് ചോദിച്ചത് ആരാണത്? അല്ല, ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എക്സോ വൈയോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പേരൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ആരാണെന്നുള്ളതല്ല, ആളുകൾ. ഞാൻ എപ്പോഴും തോന്നുന്നു ഇതിന്റെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തലവനിലേക്ക് എത്തുന്നില്ല. ഇതിന്റെ തലയുണ്ടല്ലോ, ആരായാലും. ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നു, 5 കിലോ പിടിച്ചു, 10 കിലോ പിടിച്ചു, 50 കിലോ പിടിച്ചു, 100 കിലോ പിടിച്ചു. കഴിഞ്ഞ ദിവസം ഈ കാക്കനാടെന്നൊക്കെ പിടിച്ചില്ലേ, മറ്റേ കുറെ പട്ടികളും ആളുകളും ഒക്കെ പോകുന്നൊരുത്തിനൊക്കെ പിടിച്ചില്ലേ. ഞാൻ പറയുന്നത് അതെല്ലാം താഴെയുള്ള കണ്ണികളാണ്. നിങ്ങൾ ജസ്റ്റ് ക്യാച്ച് ദ ബിഗ്, എന്നാലേ നടക്കുള്ളൂ. നിങ്ങൾ 250 കോടി രൂപ മുടക്കി ഈ സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവനെ പിടിക്കുക, പണിയാണ്. ആ പിടിക്കുന്ന ആളുകളെ കണ്ട് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം എന്ന് വെച്ചാൽ അതുപോലെയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, പിടിക്കണം. അല്ല, കാര്യമായിട്ട് അല്ലാതെ ഇതിപ്പോ പത്രവാർത്ത കറക്റ്റ് ആണല്ലോ. 25,000 കോടി രൂപയുടെ മറ്റേ അവിടെ മയക്കുമരുന്ന് കണ്ടപ്പോൾ 250 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വന്നു. ആരായിരിക്കും 250 കോടി രൂപ കൊടുത്തിട്ടുണ്ടാവുക? ഇനി ഓക്കെ, ഇത് വിറ്റ് കഴിഞ്ഞ് കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കൊടുക്കുമോ? സാറേ, കാരിയർമാർ ആകുന്നത് പലതും സ്ത്രീകളാണ്. 10, 20-നും 30-നും വയസ്സിനും ഇടയിലുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകളാണ് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന, ഫാഷൻ, സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള. ഇത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അപകടം എന്താന്ന് വെച്ചാൽ നിസ്സാര കാര്യമില്ല. ഇപ്പൊ ഈ നമ്പർ 18 എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് 2 പാവം പിടിച്ച പെൺകുട്ടികൾ അവർക്ക് കൊടുത്തിട്ടുള്ള കോളയിലോ മറ്റിതിലോ എന്തോ ഉണ്ടായിരുന്നു എന്ന് പേടിച്ച് അവരെന്ത് ചെയ്തു, ഓടിപ്പാഞ്ഞ് കുണ്ടന്നൂർ വരെ എത്തുകയും കുണ്ടന്നൂർ വേറൊരു വണ്ടി വന്ന് അവരെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം പോലും അവർ മരണപരാക്രമം കാണിച്ച് ഓടുകയും ചെയ്തുകൊണ്ടാണ് ഗൗതം ഈ വൈറ്റില കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു വണ്ടി ഇടിച്ച് മരിച്ചു പോയത്. എന്തോരം കേസുകളുണ്ട് ഇങ്ങനെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, സാന്ദ്രയെ പോലെ വളരെ വളരെ കരുത്തുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ പറയുന്നത് ചെല്ലുമ്പോ തന്നെ തെറിയും ചീത്തയാണ് പറയണെന്ന് പറയണ. എന്തുകൊണ്ടാണ് അങ്ങനെ തെറിയും ചീത്തയും പറഞ്ഞിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ്? വേറൊരു പുള്ളിക്കാരിയില്ല, ആ പുള്ളിക്കാരി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവർ ആണ്. മറ്റേ ചിരിയോട് ചിരിയാണ്. ആ ചിരി ചെന്നപ്പോഴത്തേക്കും ഈ ക്രൗൺ പ്ലാസയിൽ വെച്ച് വേറൊരു താരം എന്ത് ചെയ്തല്ലോ, തെറി മാത്രം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് തെറി മാത്രം പറഞ്ഞത്? ഇതിലിപ്പോ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പൊന്ന് വായിക്കാം. തൂഫാൻ ദ നാർക്കോ ഹണ്ട് ജൂൺ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. സമൂഹത്തോടുള്ള വലിയ മാനുഷിക ഉത്തരവാദിത്തം വിട്ടുവീഴ്ചയില്ലാതെ നിറവേറ്റുകയാണ് കേരള പോലീസ്. സാംസ്കാരിക രാഷ്ട്രീയ പദവികളോ സോഷ്യൽ സ്റ്റാറ്റസോ ലഹരി വിരുദ്ധ നിയമങ്ങളിൽ നിന്നോ ഒരു തരത്തിലുള്ള സംരക്ഷണമോ പ്രിവിലേജോ ആർക്കും നൽകുന്നതല്ല. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകും. ഡാർക്ക് വെബ് കേന്ദ്രീകരിച്ച് നമ്മുടെ കുട്ടികളെ വലയിലാക്കുന്ന സമാന്തര ലഹരി വിപണന ശൃംഖലകളെ കൃത്യമായി നിരീക്ഷിക്കാനും പൂർണ്ണമായി തകർക്കാനും പോലീസിന്റെ സൈബർ വിങ് വിപുലമായ സജ്ജീകരണങ്ങളോടെ രംഗത്തുണ്ടാകുന്നതാണ്. ഇത് എത്ര മാത്രം, അവസാനം നിർത്തുമ്പോൾ ചോദിക്കാൻ പറയുന്നത്, എത്ര മാത്രം ഇതിനെ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രധാന തല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശനാണ്. കാരണം അദ്ദേഹത്തിന്റെ വലിയ വിഷനുകളിൽ ഒന്നാണ് ഈ തലവനെ പിടികൂടുക എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇത് ആത്മാർത്ഥമായിട്ടൊക്കെ തന്നെ ആയിരിക്കും അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൻ്റെ അടിവേര ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശ്രമം വിജയിക്കട്ടെ എന്നാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിത് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം രമേശ് ചെന്നിത്തല ഈ ഭരണം വന്നിട്ടല്ല, ഇതിനൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോട്ടയത്തും അതുപോലെ നിരവധി ജില്ലകളിലൊക്കെ തന്നെ അദ്ദേഹം ഒറ്റക്ക്, അതായത് കോൺഗ്രസ് ആയിട്ട് പോലുമല്ല, അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും റാലികളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇത് അങ്ങനെയുള്ള ഒരാളുമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ആത്മാർത്ഥതയും കുറവുണ്ടാവും. ഇത് കണ്ണിൽ പൊടിയിടാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഏതൊരു ഗവൺമെന്റ് വന്നാലും ഇതിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് വലിയ 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 ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു 50% എനിക്ക് ഇതിനകത്ത് എന്തുള്ളൂ വിശ്വാസം. നമുക്ക് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്.